അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല قال رسول الله صلى الله عليه وسلم وجمع بين الصلاة الصفرة في سافرنا ومرضه. റവാഹു മുസ്ലിം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുന്നു. നിർബന്ധമായ നമസ്കാരം ജംഉം ഖസറുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വജമഅ ബൈന സ്വലാത്തി ഫീ സഫരി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാ വേളയിലും രോഗാവസ്ഥയിലും ജംഉം ചെയ്തിരുന്നു, ഖസറും ചെയ്തിരുന്നു. സ്വഹാബത്തും അങ്ങനെ ചെയ്തിരുന്നു. നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിസ്കാരം ജംഉം ഖസറും ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടത് ളുഹർ 4 അസർ 2 പാടില്ല. ജംഉം ഖസറുമാണ്. ഒന്നെങ്കിൽ 4 4 അല്ലെങ്കിൽ 2 2. പക്ഷെ 4 2 പാടില്ല. ശ്രദ്ധിക്കണം. ളുഹർ 4 അസർ 2 ഇല്ല. നമ്മുടെ രോഗിയാണോ യാത്രക്കാരാണോ? ളുഹർ 2 അസർ 2. അല്ല എങ്കിൽ ളുഹർ 4 അസർ 4, മഗ്രിബ് 3 ഇശാ 4 അല്ലെങ്കിൽ 2. ആ നിത്യത്തെ അടിസ്ഥാനത്തിലാണ്. വീണ്ടും പറയുന്നു, 4 2 പ്രവാചകന്റെ ഹദീസിലില്ല. ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൂത്രവാർച്ചക്കാരായ സഹോദരങ്ങൾ, അത് പ്രത്യേക ഹദീസിലുള്ള വിഷയമാണ്. അവരെല്ലാ വഖത്തിലും പള്ളിയിലേക്ക് വരണ്ട. അവർക്ക് ഇളവ്, വലിയ ഇളവാണ് അവർക്ക്. മൂത്രം ഇങ്ങനെ ഇറ്റിറ്റ് പോകുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾ അവർക്ക് പള്ളിയിലേക്ക് തന്നെ വരണമെന്നില്ല. അതാണ് ട്യൂബിടുന്ന ആളുകളുണ്ടല്ലോ, മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന അത്തരം രോഗികളൊക്കെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ പ്രവാചകന്റെ ഹദീസുകൾ ശ്രദ്ധിക്കണം. അവർ ചെയ്യേണ്ടത് ളുഹറിന്റെ സമയത്ത് അവരോട് ജംഉ ചെയ്യാൻ നിയത്ത് ചെയ്യണം. ളുഹർ 4 അസർ 4 അങ്ങനെ. എന്നിട്ട് ആ ളുഹറിന്റെ സമയത്ത് ട്യൂബ് വൃത്തിയാക്കണം. എന്നിട്ട് അവർ ആ ളുഹറിന്റെ കൂടെ അസർ 4 നിസ്കരിക്കണം. പിന്നെ അവർ നിസ്കരിക്കണം എപ്പോഴാന്നറിയുമോ? കിടക്കുന്നതിന് മുമ്പ് ഇശാന്റെ സമയത്ത് നിസ്കരിച്ചാൽ മതി. ളുഹർ 4 അസർ 4 കഴിഞ്ഞു. എല്ലാ വഖത്തും വൃത്തിയാക്കിയിട്ട് വേണ്ട. പള്ളിയിലേക്ക് വരുന്ന ആളുകളാണെങ്കിലും മൂത്രവാർച്ചക്കാരായ സഹോദരങ്ങൾ പള്ളിയിലേക്ക് വരാൻ പറ്റുമെങ്കിൽ, പ്രയാസമാണെങ്കിൽ അതും വേണ്ട, വീട്ടിൽ ചെയ്താൽ മതി, പ്രതിഫലമുണ്ട് അവർക്ക്. അപ്പൊ ളുഹറിന് അവർ ചെയ്താൽ പിന്നെ അവര് ഇശാഇന്റെ സമയത്ത് ആ ബാഗൊക്കെ വൃത്തിയാക്കി മഗ്രിബും ഇശാഉം കൂടി ജംഉ ചെയ്താൽ മതി. അപ്പോ ളുഹർ 4 അസർ 4, പിന്നെ യാതൊരു പ്രശ്നം അവർക്കില്ല. പിന്നെ അവര് കിടക്കുന്ന സമയത്ത് ആ ചൂതൊക്കെ വൃത്തിയാക്കിയിട്ട് മഗ്രിബ് 3 ഇശാ 4 നിസ്കരിച്ച് അവർക്ക് കിടക്കാം. അത്രയും സമയം അവർക്ക് പ്രയാസങ്ങളില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ജംഉ ചെയ്യുമ്പോ നമ്മൾ ഖസറിലേക്ക് കടന്നിട്ടില്ല. ജംഉ ചെയ്യുമ്പോ നിസ്കാരങ്ങളെ മുൻഗണന കൊടുക്കണം. ളുഹറും അസറുമാണ് ജംആക്കിയതെങ്കിൽ, മഗ്രിബും ഇശാഉമാണ് ജംആക്കിയതെങ്കിൽ ആദ്യത്തെ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കണം. ഉദാഹരണം ഞാൻ പിന്നെ വിശദീകരിക്കാം. ഒരാൾ മഗ്രിബും ഇശാഉം കൂടി ജംആക്കി യാത്രയിലാണ്. അയാൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗതയിൽ ഇശാഇന്റെ ജമാഅത്ത്, അയാൾ മഗ്രിബ് ഇശാഉം ജംആക്കിയിരിക്കുകയാണ്. മഗ്രിബ് 3 റക്അത്തും ഇശാ 4 റക്അത്തും നിസ്കരിക്കാമെന്ന് ജംആക്കി അയാൾ. പക്ഷെ അയാൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗതയിൽ നാട്ടിലേക്ക് എത്തി.
ശ്രദ്ധിക്കണേ, നാട്ടിലേക്ക് എത്തുമ്പോ നാട്ടിലെ പള്ളി ഇശാഇന്റെ ജമാഅത്ത് നടക്കുന്നു. ഇശാഇന്റെ ജമാഅത്ത് നടക്കുന്നു. അതിന് ജമാഅത്ത് അത് കരുതിയിട്ടുണ്ട്. ഇശാഇന്റെ ജമാഅത്ത് നടക്കുന്നു, അയാൾക്ക് മഗ്‌രിബ് നിസ്കരിക്കാനുമുണ്ട്. അയാൾ അതിന്റെ പ്രാധാന്യം കൊടുക്കേണ്ടത് മഗ്‌രിബ് നമസ്കാരത്തിന്. മുൻഗണനാക്രമം തെറ്റാവണം. തർത്തീബ് എന്നൊരു വിഷയം ജമ്മു കസറിലുമുണ്ട്. അയാൾ നേരെ ഇശായിലേക്കല്ല പ്രവേശിക്കേണ്ടത്. അയാൾ ആ ഇശാഇന്റെ ജമാഅത്തിൽ കയറിയിട്ട് മഗ്‌രിബിന് പ്രാധാന്യം കൊടുക്കണം. തർത്തീബ് പാലിക്കൽ നിർബന്ധമാണ്. ളുഹ്റും അസറാണോ ആദ്യം ളുഹർ പിന്നെ അസർ, മഗ്‌രിബ് ഇശാഉമാണോ ആദ്യം മഗ്‌രിബ് പിന്നെ ഇശാ. ഇതൊക്കെ പ്രവാചകന്റെ ഹദീസുകൾ സഹാബത്തിനെ പഠിപ്പിച്ചതാണ്. കൂടുതൽ പഠിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.